Hi students, last day we have ended our portion with some of the terms that we want to see in a Right to Information Act. So in which we have discussed about the Public Information Officer too. Okay, so it can be any government, department, body or authority, all were discussed. So today we want to മൂവ് ഇൻ ടു ദ പ്രൊസീജിയർ ഫോർ ദ റിക്വസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് RTI യൂസ് ചെയ്യുന്നത്. നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് അറിയാൻ പാടില്ലാത്ത ഇൻഫർമേഷൻസ് പല ഗവൺമെൻറ് ബോഡീസിൽ നിന്നും കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് നമുക്ക് ആ ഇൻഫർമേഷനിലേക്ക് ആക്സസ് കിട്ടുന്നത്. അതിനുള്ള പ്രൊസീജിയർ എങ്ങനെയായിരിക്കണം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന്. സോ the first thing is that there is no prescribed format of application for seeking information. പ്രത്യേകിച്ച് അങ്ങനെ പ്രിസ്ക്രൈബ്ഡ് ഫോം ഒന്നുമില്ല. Just we want to write an application on a plain paper and with it in it we want to write our name and complete postal address of the applicant. നമ്മളാണ് ആപ്ലിക്കൻ്റ് എങ്കിൽ നമ്മുടെ പേരും നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സും അതിനകത്ത് മെൻഷൻ ആയിരിക്കണം. ആൻഡ് ഇഫ് ഇൻ കേസ് where the information is sought ഇലക്ട്രോണിക്കലായിട്ടാണെങ്കിൽ the application should contain name and the postal address of the application. പക്ഷേ അതല്ല ഇലക്ട്രോണിക് ആയിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കുകയാണെങ്കിലും പേരും അതേപോലെ പോസ്റ്റൽ അഡ്രസ്സും ഉണ്ടാകണം. ആൻഡ് ദ ഇൻഫർമേഷൻ സീക്കർ ഡസ് നോട്ട് നീഡ് ടു ഗീവ് ദ റീസൺ ഫോർ ദി ആപ്ലിക്കേഷൻ. നമുക്ക് എന്തിനാണ് ഇൻഫർമേഷൻ ആവശ്യം വരുന്നതെന്നുള്ള റീസൺ ആ ആപ്ലിക്കേഷനിൽ എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഇൻഫർമേഷൻ വേണം, ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വേണ്ടത് എന്നത് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ആൻഡ് ലേറ്റർ വി വോണ്ട് ടു പേ ദ ഫീസ്. ആപ്ലിക്കേഷന് ഒരു ഫീയും പേ ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മുടെ നോർമൽ പ്രൊസീജിയർ. ദാറ്റ് ഈസ് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഒന്നുമില്ല, പക്ഷേ ഒരു പെയിൻ പേപ്പറിൽ നമ്മുടെ പേര് അതുപോലെ അഡ്രസ്സ് എഴുതുക. ഇഫ് ഇറ്റ് ഇസ് എൻ ഇലക്ട്രോണിക് ഫോം വി വോണ്ട് ടു റൈറ്റ് ഓർ വി വോണ്ട് ടു പ്രിൻറ്റ് the name and also the address of those applicant, and the reason for the application or reason for seeking information is not to be mentioned on the application. എന്തിനു വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുക്കാനാണോ അല്ലെങ്കിലും ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു റീസണും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ആൻഡ് ഓൾസോ വി വോണ്ട് ടു പേ എ ഫീസ്. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീസ് ഉണ്ട്, അതും പേയ്മെൻറ്റ് ചെയ്തിരിക്കണം ഒരു ഇൻഫർമേഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി. സോ now we were going into what is application fee. എത്രയായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ എന്നതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഫർമേഷൻ വേണ്ട ഒരാൾ അയാൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഒരു DDO അല്ലെങ്കിൽ ബാങ്കർ ചെക്കോ ഓർ പോസ്റ്റൽ ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ ഓഫ് 10 rupees പേയബിൾ ടു ദി അക്കൗണ്ട്സ് ഓഫീസർ ഓഫ് ദ പബ്ലിക് അതോറിറ്റി ഓർ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. എന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ ഒരു DD എന്ന ഫോമിലോ അല്ലെങ്കിൽ ബാങ്കേഴ്സ് ഡ്രാഫ്റ്റ് ചെക്കായിട്ടോ അതല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ കിട്ടും 10 രൂപയുടെ. ഇതാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ആയി കൊടുക്കേണ്ടത്. അത് പേയബിൾ ആയിരിക്കുന്നത് അക്കൗണ്ട്സ് ഓഫീസർ ഓഫ് ദോസ് പബ്ലിക് അതോറിറ്റി. ഏത് പബ്ലിക് അതോറിറ്റി എന്നാണ് നമുക്കിപ്പം ഇൻഫർമേഷൻ കിട്ടേണ്ടത്, അവരുടെ പേരിലുള്ള അവരുടെ അക്കൗണ്ട്സ് ഓഫീസറിൻ്റെ പേരിലായിരിക്കണം അത് പേയബിൾ ആയിരിക്കേണ്ടത്. അവരുടെ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ വേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ അക്കൗണ്ട്സ് ഓഫീസർ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരാളുടെ പേരിലും കൂടെ നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ദാറ്റ് ഈസ് ദ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന പേരിലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഫോം കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക. അപ്പോൾ ഈ ഫീസിന് ഓരോ റേറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഫീ ആസ് പ്രിസ്ക്രൈബ് ഇൻ ദ റൂൾ. നമ്മുടെ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പറഞ്ഞിട്ടുള്ള റൂൾസിൽ ഉള്ള റേറ്റ് എങ്ങനെയാണ് ഫീയുടെ. ദാറ്റ് ഈസ് ₹2 ഫോർ ഈച്ച് പേജ്. ദാറ്റ് ഈസ് ഇൻ A4 A3 സൈസ് പേപ്പറിൽ നമ്മൾ കോപ്പി ചെയ്തെടുക്കാനോ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പേജസിന് ₹2 വെച്ചും, അതേപോലെ ആക്ച്വൽ ചാർജ് ഓർ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ കോപ്പി ഇൻ ലാർജ് സൈസ് പേപ്പർ. അതല്ല നമുക്ക് ലാർജ് സൈസ് പേപ്പറിലാണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ചാർജ് എന്താണ് അത് വരും. ദെൻ ആക്ച്വൽ കോസ്റ്റ് ഓർ പ്രൈസ് ഫോർ സാമ്പിൾസ് ഓർ മോഡൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതാണ് വേണ്ടത്. എന്തെങ്കിലും ഒരു സാമ്പിളോ മോഡലോ വേണമെങ്കിൽ അതിന് എത്ര കോസ്റ്റ് ഉണ്ടാവും, ആ കോസ്റ്റ് ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീ. ആൻഡ് ഫോർ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇൻ ഡിസ്ക് ഓർ ഫ്ലോപ്പി എന്ന രൂപത്തിലാണെങ്കിൽ ഒരു ഡിസ്കിന് ₹50 എന്ന കണക്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പിക്ക് ₹50 എന്ന കണക്കിലും എക്സ്ട്രാ ചാർജ് വരും. ആൻഡ് ഫോർ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇൻ പ്രിൻറ്റഡ് ഫോം അറ്റ് ദ price fixed for such publication or ₹2 per page of photocopy for extra from the publication. ഒന്നെങ്കിൽ പ്രിൻറ്റഡ് ഫോമിലാണ് വേണമെങ്കിൽ ആ പബ്ലിക്കേഷൻ്റെ എത്രയാണ് പൈസ വരുന്നത് അതോ, അതല്ലെങ്കിൽ നമുക്കതിന് കോപ്പി മതിയെങ്കിൽ ₹2 വെച്ച്. ഇതായിരിക്കും നമ്മുടെ എക്സ്ട്രാ ഫീ. ഓരോ പേജിനനുസരിച്ചുള്ള ഫീ വരുന്നത്. ഓരോ പേജിന് ₹2 വെച്ച്, A3 A4 ആണെങ്കിൽ ₹2 വെച്ച്, അതല്ലെങ്കിൽ ഒരു ലാർജ് സൈസ് പേപ്പർ ആണെങ്കിൽ അതിൻ്റെ ചാർജ്, സാമ്പിൾസ് മോഡൽസ് ആണെങ്കിൽ അതിൻ്റെ ചാർജ്, ഡിസ്ക് ഫ്ലോപ്പി ആണെങ്കിൽ ₹50 വെച്ച് പെർ
ഫ്ലോപ്പി ഓർ ഡിസ്ക്. ആൻഡ് ഇൻഫർമേഷൻ ഗിവൺ ഇൻ പ്രിൻറ്റഡ് പേജ്, ഒരു പേജിനുള്ള ആ പ്രൈസ് ആയിരിക്കും. അതെല്ലാം നമ്മൾ ഫോട്ടോ കോപ്പിയെ ആ പബ്ലിക്കേഷൻ്റെ എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 rupees ഫോർ ഈച്ച് പേജ് എന്ന രീതിയിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീയുടെ റേറ്റ്സ് വരുന്നത്. ഓക്കെ, സോ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് വി ആർ സെൻഡിങ് ദ ആപ്ലിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് പ്രിൻറ്റഡ് ഫോം ഓർ ഇൻ എ റിട്ടേൺ ഫോം അലോങ് വിത്ത് ആപ്ലിക്കേഷൻ ഫീ ഫോർ വിച്ച് വി വോണ്ട് ഗെറ്റ് ദ ഇൻഫർമേഷൻ. അപ്പോൾ ആ ഇൻഫർമേഷൻ എത്ര ദിവസത്തിനുള്ളിൽ ആയിരിക്കും നമുക്ക് തരുന്നത്? ദാറ്റ് ഈസ് ദ ടൈം പീരീഡ് ഫോർ ദി സപ്ലൈ ഓഫ് ഇൻഫർമേഷൻ നമ്മൾ പറയുന്നത് വിത്തിൻ 30 days ഫ്രം റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. നമ്മുടെ ആപ്ലിക്കേഷൻ ആ പബ്ലിക് അതോറിറ്റിയിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞ് 30 ദിവസത്തിനകം നമുക്ക് നമ്മൾ ചോദിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ തരേണ്ടതാണ്. അത് ഇപ്പോൾ ലൈഫ് ആൻഡ് ലിബർട്ടീനെ ബേസ് ചെയ്ത് ഒരാളുടെ ജീവനും അയാളുടെ സ്വത്തല്ല അയാളുടെ ലിബർട്ടീനെ ബേസ് ചെയ്ത് ഫ്രീഡത്തിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗിവൺ വിത്തിൻ ദ 48 hours. അപ്പോൾ 30 days എന്നുള്ള ക്രൈറ്റീരിയ മാറി 48 hours ലൈഫ് ആൻഡ് ലിബർട്ടി ബേസ്ഡ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതായിരിക്കും. ആൻഡ് ഇൻ ദ കേസ് ഇഫ് ദ ആപ്ലിക്കേഷൻ ഇസ് സെൻഡ് ത്രൂ ദി അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, നമ്മൾ ഒന്ന് പറഞ്ഞു നമ്മൾ അവിടുത്തെ അക്കൗണ്ട്സ് ഓഫീസറിൻ്റെ പേരിലാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതിന് പകരം നമുക്ക് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനും കൊടുക്കാം. പക്ഷേ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും റോങ് അഡ്രസ്സിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു എക്സ്ട്രാ 48 hours കൂടെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ 30 days കൂടെ ആപ്ലിക്കേഷൻ ദി സപ്ലൈ ഓഫ് ഇൻഫർമേഷന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ലൈഫ് ലിബർട്ടി ബേസ് ആണെങ്കിൽ അപ്പോൾ ടോട്ടലി 48 അത്രയും ടൈം കൊടുക്കാം. അതേപോലെ ഇഫ് ഇറ്റ് ഈസ് റിലേറ്റിംഗ് നോർമൽ കേസുകളായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിൽ ഒരു എക്സ്ട്രാ 30 days, ദാറ്റ് ഈസ് 60 days വരെ നമുക്ക് റോങ് അഡ്രസ്സിലേക്കാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പോയതെങ്കിൽ വെയിറ്റ് ചെയ്യാവുന്നതാണ് ആ അതോറിറ്റിക്ക്. ഓക്കെ, ദിസ് ഇസ് ദ ടൈം പീരീഡ് ഫോർ ദി സപ്ലൈ ഓഫ് ഇൻഫർമേഷൻ. എത്ര നേരം എടുത്തിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ഡിസ്കസ് വാട്ട് ഇസ് ദ പ്രൊസീജിയർ ഫോർ ദ ഫയലിംഗ് ആപ്ലിക്കേഷൻ, ദെൻ വാട്ട് ഇസ് ആപ്ലിക്കേഷൻ ഫീ ആൻഡ് ഓൾസോ ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഇൻഫർമേഷൻ. പക്ഷേ നമ്മളിങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്താലും ചില സമയത്ത് നമ്മളുടെ ഈ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ആയി പോകാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാവും. ദാറ്റ് ഈസ് ദ ഗ്രൗണ്ട് ഓഫ് റിജക്ഷൻ ഓർ എക്സെപ്ഷൻ ഫ്രം ഡിസ്ക്ലോഷർ. ഒരു ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ എക്സെപ്റ്റഡ് ആവുന്നത് ഏതെല്ലാം കേസുകളിലാണ്, റിക്വസ്റ്റ് കൊടുത്താൽ ഏതെല്ലാം ടൈപ്പ് ഇൻഫർമേഷൻസ് ആയിരിക്കും റെഫ്യൂസ്ഡ് ആവുന്ന ബൈ ലോയ്ക്ക് അനുസരിച്ച് തരാൻ പാടില്ല എന്ന് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്. ദ ഫസ്റ്റ് വൺ ഇസ് any information that affects the security and the economic interests of the government with another country. നമ്മളുടെ വേറൊരു കൺട്രിയുടെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ സെക്യൂരിറ്റിയോ വേറൊരു കൺട്രിയുടെ എക്കണോമിക് ഇൻട്രസ്റ്റിനെയോ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ്. ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ദ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഓർ സംതിങ് റിലേറ്റഡ് ടു ദ എക്സ്പോർട്സ് ഇമ്പോർട്ട്സ് ഓഫ് ടു കൺട്രീസ്, ഓർ എനി സേഫ്റ്റി മെഷേഴ്സ്, ഇപ്പോൾ നമ്മുടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അങ്ങനെയുള്ള ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റിയെയും അതേപോലെ എക്കണോമിക് ഇൻട്രസ്റ്റിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഇൻഫർമേഷൻസ് റിജക്റ്റഡ് ആവും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഇസ് ദ ഇൻഫർമേഷൻ വിച്ച് ഇസ് ബാൻ ഫ്രം ബീയിങ് പബ്ലിഷ്ഡ്. നമുക്ക് ബാൻ ചെയ്തിട്ടുണ്ടാവും, ചില കോർട്ടോ ട്രിബ്യൂണലോ ബാൻ ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഡേറ്റാസ് ഉണ്ടാവും. ആ ഡേറ്റാസ് എല്ലാം ബാൻഡ് ആയിരിക്കും. അങ്ങനെ ബാൻ ചെയ്ത ഇൻഫർമേഷനിലൊന്നും നമുക്ക് ചോദിച്ച് വാങ്ങാൻ പറ്റില്ല ത്രൂ ദ ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഡസൻറ്റ് ഗീവ് എ ചാൻസ് ടു ഗെറ്റ് ഇൻഫർമേഷൻ വിച്ച് ആർ ബാൻഡ് ബൈ ദി ട്രിബ്യൂണൽ ഓർ എനി അതർ കോർട്ടോ ട്രിബ്യൂണലോ ബാൻ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒരിക്കലും കളക്ട് ചെയ്യാൻ പറ്റില്ല. തേർഡ് വൺ ഇസ് ദ ഇൻഫർമേഷൻ വിച്ച് മേ കോസ് ഹാം ടു ദ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ്. ഏതെങ്കിലും കൺട്രിയുടെ അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇൻഫർമേഷൻ ആണെങ്കിൽ ഇറ്റ് ഓൾസോ നീഡ് നോട്ട് ബി ഗിവൺ ടു ദി പേഴ്സൺ ഓർ ദി ആപ്ലിക്കൻറ്റ് ഹു ഹാസ് ഗിവൺ ദി ആപ്ലിക്കേഷൻ ഫോർ ദി ഇൻഫർമേഷൻ. RTIക്ക് അനുസരിച്ച് കൊടുത്ത ആപ്ലിക്കേഷൻ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് നീഡ് നോട്ട് ബി ഗിവൺ ടു ദ ആപ്ലിക്കൻറ്റ്. നെക്സ്റ്റ്, ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ഓഫ് ലെജിസ്ലേച്ചർ. നമ്മുടെ ലെജിസ്ലേച്ചറിനെ എന്തെങ്കിലും ബ്രീച്ച് ആക്കുന്ന രീതിയിൽ, ലെജിസ്ലേച്ചറിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ആണെങ്കിൽ അതും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സീക്രട്ട് ബാലറ്റിൻ്റെ ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കേണ്ടതല്ല. സീക്രട്ട് ബാലറ്റ് മീൻസ് ഇറ്റ് ഇസ് സീക്രട്ട്. ഓക്കെ, അപ്പോൾ അത് ലെജിസ്ലേഷൻ്റെ പ്രിവിലേജിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. സോ ഇറ്റ് നീഡ് നോട്ട് ബി ഡിസ്ക്ലോസ്
to the local people or any of the applicants who file a complaint for getting the information based on the RTA Act. And next one, relationship based on trust. Any information which is based on some kind of trust. ട്രസ്റ്റിനെ ബേസ് ചെയ്ത്, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ദാറ്റ് അറൈസസ് ബിക്കോസ് ഓഫ് എ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് കുറേ റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും നമുക്ക് അധികാരം ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് വൺ, സീക്രട്ട് ഇൻഫർമേഷൻ ഫ്രം ഫോറിൻ ഗവൺമെൻറ് കുറച്ച് സീക്രട്ട് MOUസോ അങ്ങനെ വല്ലതും സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സം ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സീക്രട്ട് ഇൻഫർമേഷൻസ് ഉണ്ട് ബിറ്റ്വീൻ ടു കൺട്രീസ്. ഇറ്റ് നോട്ട് ബി ഡിസ്ക്ലോസ് ടു എനി ഓഫ് ദ പീപ്പിൾ വിത്തിൻ ദ കൺട്രി ഓർ ഔട്ട്സൈഡ് ദ കൺട്രി. അവർക്കൊന്നും അതിനുള്ള റൈറ്റ് ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഓൾവേസ് സീക്രട്ട്. It will always remain a secret and need not be given to the applicant. Next, exposing whistleblowers with endangered life. ചില ആൾക്കാരെ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ കാണാറുണ്ടാവും, അവരെ വിസിൽ ബ്ലോയേഴ്സ് എന്ന് പറയും. ദാറ്റ് മീൻസ് ദേ ഗീവ് സം ഓഫ് ദി ഇല്ലീഗൽ പ്രാക്ടീസസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിൽ ചില ഫ്രോഡ്സ് എല്ലാം നടക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ വേറൊരു അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഓഡിറ്റിംഗുകാരെ അറിയുന്നത് എപ്പോഴും ഉള്ളിലുള്ള കുറച്ച് ആൾക്കാർ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഓഡിറ്റേഴ്സ് വെച്ചിട്ടുണ്ടാവും ഒരു കമ്പനിക്കുള്ളിൽ. ദേ ആർ കോൾഡ് ആസ് വിസിൽ ബ്ലോയേഴ്സ്. അവർ നമ്മളുടെ ഉള്ളിൽ, കമ്പനിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ കാണിച്ചു കൊടുക്കും ബാക്കി ഓഡിറ്റേഴ്സിന്. അവരെ വിസിൽ ബ്ലോയേഴ്സ് എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള വിസിൽ ബ്ലോയേഴ്സിനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻസ്, ആരാണ് ഈ ഫ്രോഡിനെ പറ്റി അറിയിച്ചത് എന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് മേ എൻഡേഞ്ചർ ദെയർ ലൈഫ്സ്. ചിലപ്പോൾ അവരെ കൊല്ലാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വിസിൽ ബ്ലോയേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല ഒരു ഓർഗനൈസേഷൻ. നെക്സ്റ്റ് വൺ ഇസ് റെക്കോർഡ്സ് ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ കാരണങ്ങൾ, അവരെടുത്ത ഡിസിഷൻ എന്ത്, അല്ലെങ്കിൽ അവരുടെ ഓരോ റീസൺസ് എന്തോ, ഓരോ ഡിസിഷൻ അങ്ങനെ ആവാനുള്ള റീസൺസ്, അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റെക്കോർഡ്സും ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ, പേഴ്സണൽ ഇൻഫർമേഷൻ. ഹൗവർ ദിസ് ഇൻഫർമേഷൻ ഹാസ് ബീൻ റിലീവ് ടു ദ പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് ആസ്ക്ഡ് ഫോർ. ഇപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ പാർലമെൻറ്റോ ചോദിക്കുകയാണ് അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ. ഇൻ കേസ് ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ ടെററിസ്റ്റ് ക്രിമിനൽസ് അവരുടെയൊക്കെയാണ് ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റും ഗവൺമെൻറ്റും പാർലമെൻറ്റൊക്കെ ചോദിക്കുന്ന ഇൻഫർമേഷൻസാണ്. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം പേഴ്സണൽ കൊടുക്കാം. ബട്ട് ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എനിത്തിങ് റിലേറ്റഡ് ടു ദ പാർലമെൻറ്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഇറ്റ് മേ നോട്ട് ബി ടേക്കൺ. ഒരു സാധാരണ ഒരാളുടെ പറ്റിയിട്ടുള്ള ഫാമിലി ഡീറ്റെയിൽസോ അയാളുടെ ഒരു പേഴ്സണൽ ഡേറ്റയും എടുക്കാനുള്ള റൈറ്റ് ഇല്ല. ദീസ് ആർ ദ മേജർ ഗ്രൗണ്ട്സ് ഓഫ് റിജക്ഷൻ ഓർ ദി എക്സംഷൻ ഫ്രം ദി ഡിസ്ക്ലോഷർ. വളരെ which any information that affects the security, economic interest of the government with another country, information which is banned from being used in published, that is പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ബാൻഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ടെങ്കിൽ ഇറ്റ് നീഡ് നോട്ട് ബി ഗിവൺ. Then harm commercial interest, information that result in the breach of privilege of legislature, information that arise out of the relationship based on a trust, information like secret information from the foreign government, any information that expose the whistleblowers or endanger their lives, and records of the cabinet ministers, and also the personal information. Normally it need not be given, but in case if the parliament and the state legislature need it, it need to be given. അപ്പോൾ ഇതെല്ലാമാണ് ഏതെല്ലാം ഗ്രൗണ്ട്സിൽ നമ്മൾ റിജക്റ്റ് ചെയ്യുമെന്ന് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയും. ഇപ്പോൾ ആപ്ലിക്കൻ്റ് എന്നുള്ള ആൾ, ഇപ്പോൾ ഞാനാണ് ആപ്ലിക്കൻ്റ് എങ്കിൽ എനിക്ക് 20 വയസ്സിന് കൂടുതലായിരിക്കണം. 20 വയസ്സ് താഴെയുള്ള ഒരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ ഹി കാൺ ഗീവ് ആൻ ആപ്ലിക്കേഷൻ. ഇഫ് ഇറ്റ് ഈസ് ബിലോ 20 years, ദ ഇൻഫർമേഷൻ നീഡ് നോട്ട് ബി ഗിവൺ. ദാറ്റ് വി വോണ്ട് ടു ചെക്ക്. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കൻ്റെ പ്രായവും ഗ്രൗണ്ട്സ് ഓഫ് റിജക്ഷനിൽ ഒരു മെയിൻ ഘടകമായിരിക്കും. ഓൾവേസ് ഹി ഷുഡ് ബി ഓർ ഷീ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 20 years ഓഫ് ഏജ്. എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാവുന്ന ഏജിലേ കൊടുക്കാൻ പാടുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബി ഡ്യൂ ടു സം ഓഫ് ദോസ് വേറൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇയാളെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 20 years പ്രായമുള്ളവരെ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യിക്കാൻ പറ്റുന്നത്. ആൻഡ് ഇതേപോലൊരു ഇൻഫർമേഷനാണ് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ. തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് പേഴ്സണൽ ഇൻഫർമേഷൻ വിച്ച് ദ ഗവൺമെൻറ്
The concerned department cannot disclose to an applicant who has sought such information under the Right to Information Act 2005. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പേഴ്സണൽ ഇൻഫർമേഷൻ ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന്. അത് തന്നെ എനിക്ക് തേർഡ് പാർട്ടി ഇൻഫർമേഷനിൽ പറഞ്ഞിരിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ, അതേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളാണെങ്കിൽ അതൊരിക്കലും ആപ്ലിക്കൻറ്റിന് കൊടുക്കാൻ പറ്റില്ല, ഈവൻ ഇഫ് ഹി ക്യാൻ ക്ലെയിം ഇറ്റ് ഇൻ എ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഓഫ് 2005. ഈ ഇൻഡിവിജ്വൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഇൻഫർമേഷനും അതേപോലെ പെർഫോമൻസ് റിപ്പോർട്ട് ഓർ സ്കോർ കാർഡ്, പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്, വർക്ക് അലോട്ടഡ് ഓർ എനി കംപ്ലയിൻറ്റ്സ് എഗെയിൻസ്റ്റ് ഹിം. അയാളുടെ എതിരെയുള്ള ഏതെങ്കിലും ഒരു പെൻഡിങ് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, അതുപോലെ അയാളുടെ പെർഫോമൻസ് റിപ്പോർട്ടോ സ്കോർ കാർഡോ പ്ലേസ് ഓഫ് പോസ്റ്റിങ്ങോ ഒന്നും കൊടുക്കാൻ പാടില്ല. ദീസ് ആർ കോൾഡ് ദ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ. ദീസ് ഓൾ ആർ ബാൻഡ് ഫ്രം ദി RTI applicants. And however, the concerned department may write to an individual stating that such and such RTI application has been filed. The individual gives his consent to disclose such information, then only the public information officer can provide an information to the RTI applicant. എന്ന് വെച്ചാൽ ഇപ്പോൾ RTI applicant കൊടുത്തു എനിക്ക് വേറൊരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വേണമെന്ന്, പക്ഷേ RTI കൊടുക്കത്തില്ല, ഇൻഫർമേഷൻ കൊടുക്കില്ല. പക്ഷേ RTI ഒരു ഇൻഡിക്കേഷൻ കൊടുക്കും, നമ്മളുടെ ഏതാളുടെയാണോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് അയാൾക്കൊരു ലെറ്ററോ എന്തെങ്കിലും കൊടുക്കും. എന്ന് വെച്ചാൽ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഇയാളുടെ സ്കോർ കാർഡിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഇയാളിനെതിരെയുള്ള കംപ്ലയിൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആണ് വേണ്ടത്. ഇഫ് ഐ ക്യാൻ ഗീവ് ദാറ്റ് എന്നുള്ള രീതിയിൽ PIO ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ലെറ്റർ നമ്മുടെ കൺസേൺ പേഴ്സൺ കൊടുക്കും. സോ ഇഫ് ഹി ഗീവ്സ് എ കൺസെഷൻ or the consent to disclose his personal information, the RTI can give the information. Only if മറ്റേ ഏതാളുടെ ഇൻഫർമേഷനാണോ വേണ്ടത് അയാളുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ ഒരു RTI ആപ്ലിക്കൻറ്റിന് അയാളെ പറ്റിയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷനോ അയാളുടെ എതിരെയുള്ള കംപ്ലയിൻസോ അയാളുടെ വർക്ക് റിപ്പോർട്ടോ എന്തും കൊടുക്കാൻ പറ്റൂ. സോ ദീസ് ആർ കോൾഡ് ദ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആൻഡ് ഹൗ ഇറ്റ് വിൽ ബി ആക്സസിബിൾ ത്രൂ ദി RTI ആക്ട്. നെക്സ്റ്റ് വൺ ഇസ്, ഇപ്പം നമ്മൾ ഇങ്ങനെ കൊടുത്തു, ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷേ ഇത് റിജക്റ്റ് ആയി കഴിയുമ്പോൾ നോർമലി നമ്മൾ എന്താ ചെയ്യുക, അപ്പീലിന് പോകും. സോ വാട്ട് ആർ ദ മോഡ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അപ്പീലിന് പോകുന്ന RTI ആക്ടിൽ, അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, ഇതാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് PIOക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് നമ്മളിങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നു, 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ആപ്ലിക്കേഷന് ഉത്തരങ്ങൾ കിട്ടുന്നു. പക്ഷേ ഇപ്പോൾ ഉത്തരം കിട്ടുന്നില്ല. ദാറ്റ് ഈസ് ദ ഇൻഫർമേഷൻ ഇസ് നോട്ട് റിസീവ് വിത്തിൻ ദ ടൈം ഫ്രെയിമിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു 30 ദിവസവും കൂടെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒരിക്കലും കംപ്ലീറ്റ് അല്ല, നമുക്ക് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ആണെങ്കിൽ ഫസ്റ്റ് അപ്പീൽ മേ ബി മെയ്ഡ് വിത്തിൻ ദ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറിംഗ് ഓഫ് ദി പ്രിസ്ക്രൈബ്ഡ് പീരീഡ് ഓർ ഫ്രം ദ റെസീപ്റ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ഫ്രം ദ PIO എന്ന് കിട്ടിയിട്ടുള്ള ഒരു റെസീപ്റ്റ് കിട്ടിക്കാണുമല്ലോ, അയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയല്ല എന്ന രീതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാക്കേണ്ട കാര്യമില്ല. അതല്ല, അത് ശരിയല്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്പീലിന് മൂവ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഫസ്റ്റ് അപ്പീലിന് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ we should find out the name, designation and address of the first appellate authority from the reply letter of the PIOയുടെ റിപ്ലൈ ലെറ്റർ കിട്ടില്ലേ, അതിനകത്ത് നിന്ന് ആരായിരിക്കും നമുക്ക് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് അവരുടെ പേരും അവരുടെ ഡെസിഗ്നേഷനും അഡ്രസ്സും മെൻഷൻ ചെയ്യണം. അതല്ല, ഒരു റിപ്ലൈ റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ വേണ്ടത് അവരുടെ വെബ്സൈറ്റിൽ കയറുക, എന്നിട്ട് RTIൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ വെബ്സൈറ്റിലും ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൻ്റെ അണ്ടർടേക്കിങ്ങിൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ RTIയുടെ ഒരു ഐക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യണം. ഓർ വി വോണ്ട് ടു റെഫർ ഇറ്റ്. ഇൻ കേസ് ദ ആപ്ലിക്കൻറ്റ് ഇസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഓർ അഡ്രസ് ഓഫ് FAA, എന്ന് വെച്ചാൽ ഫസ്റ്റ് അപ്പീലേറ്റ് അതോറിറ്റിയുടെ അഡ്രസ്സ് എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ദ ആപ്ലിക്കൻറ്റ് ക്യാൻ അഡ്രസ് ദ ഫസ്റ്റ് അപ്പീൽ ആസ് ദി ഫസ്റ്റ് അപ്പീലേറ്റ് അതോറിറ്റി അണ്ടർ RTI ഓഫീസ് ഓഫ് the concerned office and send it to the address of PIO. അപ്പോൾ PIOക്ക് ആയിട്ട് നമ്മൾ പുതിയൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ദാറ്റ് ഇസ് ഫസ്റ്റ് അപ്പീൽ അല്ലെങ്കിൽ ഫസ്റ്റ് അപ്പീലേറ്റ് അതോറിറ്റി അണ്ടർ RTI ഓഫീസ് ഓഫ് ദിസ് ആൻഡ് ദിസ് എന്ന രീതിയിൽ നമ്മളൊരു ലെറ്റർ അയച്ചു കൊടുക്കണം PIOക്ക്. ദാറ്റ് ഇസ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്. ഇഫ് യു കാൺ ബി പ്രസൻറ്റ് ഇൻ ദ ഫസ്റ്റ് അപ്പീലേറ്റ് ഹിയറിംഗ്, ഈ അപ്പീൽ ഹിയറിങ്ങിന് നമ്മളെ വിളിക്കും. അപ്പം നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ യു ക്യാൻ മെൻഷൻ ദ സെയിം ഇൻ യുവർ അപ്പീൽ. അപ്പീലിന് നമുക്ക് എഴുതാൻ പറ്റും ഞങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഡു അറ്റാച്ച് ഓൾ ദി കമ്മ്യൂണിക്കേഷൻ സെൻഡ് ടു ദ PIO ആൻഡ് റിപ്ലൈസ് ഇഫ് എനി വിത്ത് യുവർ അപ്പീൽ. നെവർ യൂസ് കൊറിയർ സർവീസ് ഫോർ സബ്മിറ്റിംഗ് RTI ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ
നമ്മളപ്പോൾ എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കണം. അപ്പോൾ ഒരിക്കലും കൊറിയർ യൂസ് ചെയ്യുക, പോസ്റ്റൽ മീൻസിൽ മാത്രം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. Then send the first appeal by speed post or the registered post and keep a copy of the tracking. അതിന് ട്രാക്കിംഗ് നമുക്ക് സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് നമുക്ക് പോസ്റ്റ് ട്രാക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്ലേറ്റ് ലെറ്റർ അയച്ചു കൊടുക്കുക, സ്പീഡ് പോസ്റ്റ് ആയിട്ടോ രജിസ്റ്റർ ആയിട്ടോ, എന്നിട്ട് നമ്മൾ അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് പ്രിസർവ് വൺ സെറ്റ് ഓഫ് ദിസ് അപ്പീൽ വിത്ത് ഇറ്റ്സ് ഇൻക്ലോഷേഴ്സ്, ഒറിജിനൽ പോസ്റ്റൽ റെസിപ്റ്റ് ഓർ പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് ഡെലിവറി സ്റ്റാറ്റസ് പ്രിൻ്റ് ഔട്ട്, ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് അപ്പീൽ എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് പ്രിസ്ക്രൈബ് ടൈം ഫ്രെയിമിൽ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കിട്ടിയതിൽ കറക്റ്റ് ഇൻഫർമേഷൻ ഇല്ല എന്നത് വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് അപ്പീലിന് പോകുന്നത്. ഫസ്റ്റ് അപ്പീലിന് പോകുമ്പോൾ നമുക്ക് ആരുടെ അടുത്ത് ഇപ്പോൾ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരുടെ അടുത്ത് നിന്ന് ആ ഇൻഫർമേഷൻ കിട്ടി അത് കളക്ട് ചെയ്ത് വെക്കുക. അതല്ല ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ വേണ്ടത് അവരുടെ സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് RTIയിൽ റെഫർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി ആൻഡ് RTI എന്ന രീതിയിൽ ഓഫീസ് ടു ദിസ് ആൻഡ് ദിസ് അവർക്ക് PAOയ്ക്ക് ഒരു അഡ്രസ്സ് ചെയ്തിട്ട് ഒരു ലെറ്റർ കൊടുക്കുക. ഈ ലെറ്ററിൽ തന്നെ നമുക്ക് ആ ഫസ്റ്റ് അപ്പീലിന് ഹിയറിങ്ങിൽ വരാൻ പറ്റില്ലെങ്കിൽ അതും മെൻഷൻ ചെയ്തിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും അയച്ചു കൊടുക്കണം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒരിക്കലും കൊറിയർ സർവീസ് കൂടെ ചെയ്യരുത്, സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടൊന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് മാത്രം ചെയ്യണം. അങ്ങനെ ചെയ്തതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. ഇത് കറക്റ്റായിട്ട് ട്രാക്കും ചെയ്യണം, അത് അവിടെ റീച്ച് ചെയ്യണമുണ്ടെന്ന്. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഷുഡ് ബി ഡൺ ഇൻ ദ ഫസ്റ്റ് അപ്പീൽ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണമെന്നല്ലേ. ആ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ദി RTI ആപ്ലിക്കേഷൻ. നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല RTIയുടെ, വിച്ച് ഗെറ്റ്സ് റിജക്റ്റഡ് ഓർ വിച്ച് ഡസൻ ഗീവ് ആസ് മച്ച് ഇൻഫർമേഷൻ റിക്വയർഡ്. ആ ആപ്ലിക്കേഷൻ്റെ ഒരു കോപ്പി, അത് സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കും. സെൽഫ് അറ്റസ്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ താഴെ പേരെഴുതി സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതിയിട്ട് ഒപ്പിടുന്ന രീതിയിൽ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആയിരിക്കണം. ദെൻ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ്, പിന്നെ വേണ്ടത് PIOയുടെ റിപ്ലൈ. PIO എന്തെങ്കിലും റിപ്ലൈ തന്നിട്ട് അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വേണം. ദെൻ എനി അതർ ഡോക്യുമെൻറ്റ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള, ഇതിനെ സപ്പോർട്ട് ചെയ്ത രീതിയിലുള്ള പ്ലെഡ്ജിങ്സോ അല്ലെങ്കിൽ ഗ്രൗണ്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യവും ഇതിലുണ്ടാകും. അതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്. ദാറ്റ് ഈസ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ദ RTI, ദെൻ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ദി PIO റിപ്ലൈ ആൻഡ് ഓൾസോ ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഓൺ ദി ഗ്രൗണ്ട്സ് ഓർ ദി പ്ലെഡ്ജിങ്സ്. അതാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് വേണ്ടത്. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഇതിൽ ഈ കാര്യങ്ങളെല്ലാം മെൻഷൻഡ് ആയിരിക്കുന്നത്. ദ പെർട്ടിക്കുലേറ്റ്സ് ഓഫ് ദി RTI ആപ്ലിക്കേഷൻ ഫയൽ ടു ദ PIക്ക് കൊടുത്തിരുന്ന ആപ്ലിക്കേഷൻ്റെ പെർട്ടിക്കുലേറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കണം. ദെൻ ഏത് ഇൻഫർമേഷനാണ് നമുക്ക് ആപ്ലിക്കേഷനിൽ കൂടെ വേണ്ടത് അത് മെൻഷൻഡ് ആയിരിക്കണം. ഡിസിഷൻ ഓർ ഇഗ്നോറൻസ്, എന്തെങ്കിലും തീരുമാനം അവർ പറയുമല്ലോ, ചിലപ്പോൾ ഈ ഇൻഫർമേഷൻ തരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തരാൻ തന്നു, അങ്ങനെ പല കേസുണ്ടാവും. ആ കാര്യങ്ങളുടെ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് അതുണ്ടാവണം. അവരുടെ ഡിസിഷൻ തരാനായിരുന്നോ അല്ലയോ എന്നതുണ്ടാവണം. ദെൻ എന്തൊക്കെ ഇൻഫർമേഷനാണ് PIO തരാതിരുന്നത് അത് മെൻഷൻഡ് ആയിരിക്കണം. ആൻഡ് ഓൾസോ വൈ ഓർ ദ റീസൺസ് ഫോർ ദെയർ ഗ്രിവൻസസ്, എന്താണ് നമ്മളുടെ ഇപ്പോൾ ബുദ്ധിമുട്ട്. ഇപ്പം എനിക്ക് വേണ്ട ഇൻഫർമേഷൻ അല്ല തന്നത്, എനിക്ക് വേണ്ടാത്ത ഇൻഫർമേഷൻ തന്നു. അപ്പോൾ എൻ്റെ ഗ്രിവൻസ് എന്താ, എനിക്ക് വേണ്ടതല്ല തന്നത്, കുറച്ചുകൂടെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ വേണം എന്നതായിരിക്കും എൻ്റെ ഗ്രിവൻസ്. ഇങ്ങനെ ഫോളോയിങ് ഫാക്ട്സും ഉണ്ടായിരിക്കണം നമ്മുടെ ഫസ്റ്റ് അപ്പീൽ. ദാറ്റ് ഈസ് എന്തെല്ലാമാണ് RTIയുടെ പെർട്ടിക്കുലേറ്റ്സ്, എന്തെല്ലാം ഇൻഫർമേഷൻ ആയിരുന്നു നമ്മൾ ചോദിച്ചത്, അതിന് അവരെന്ത് തീരുമാനം എടുത്തു, അതിലെത്രത്തോളം ഇൻഫർമേഷൻ അവർ തന്നു, എത്രത്തോളം ഇനി തന്നിട്ടില്ല, ഇനി നമുക്ക് എന്താ ഇപ്പോൾ കംപ്ലൈൻ്റ് ആയി നമുക്ക് അപ്പീൽ പോകേണ്ടി വന്നു എന്നുള്ള കാരണം, ഇതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം നമ്മുടെ ഫസ്റ്റ് അപ്പീലിൻ്റെ കൂടെ. അതേപോലെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് വരുന്നത്. നമ്മൾ ഇത്രയും കൊണ്ട് ഓരോ ആപ്ലിക്കേഷൻ, നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു, അതിൻ്റെ ഫീസ് അടച്ചു, അത് അയച്ചു കൊടുത്തു, തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആയതൊന്നും തരില്ല എന്നറിഞ്ഞു, ടൈം പീരീഡ് പറഞ്ഞു 30 ദിവസം, അതെല്ലാം പറഞ്ഞു. പക്ഷേ ചില കാര്യങ്ങൾ എക്സംപ്റ്റഡ് നേരത്തെ സംസാരിച്ചായിരുന്നു, പക്ഷേ അതിനേക്കാളും കൂടുതൽ കുറച്ച് കാര്യങ്ങൾ എക്സംപ്റ്റഡ് ആയിട്ടുണ്ട്. വിച്ച് ആർ ദ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ, ദാറ്റ് ഈസ് CIC. അവർ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരിക്കലും ഒരു ബാങ്കിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഇൻഫർമേഷൻസ് ഒരിക്കലും കൊടുക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ബാങ്ക് എന്ന് പറഞ്ഞ കൊമേഴ്ഷ്യൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ അവർ ആ ടൈമിൽ തന്നെ നമ്മളുടെ ഓരോ ആൾക്കാരിൽ നിന്ന് കോൺഫിഡൻസ് റിപ്പോർട്ടാണ് എടുക്കുന്നത്. അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇൻഫർമേഷൻസ്, കൊമേഴ്ഷ്യൽ ഇൻഫർമേഷൻസ് ഒരിക്കലും വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യത്തില്ല എന്നുള്ള ഒരു
ഉറപ്പാണ് അവർ തരുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും ബാങ്കിങ് ട്രാൻസാക്ഷൻസിനെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്നാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറോ കമ്മീഷൻ ഓർ ദ CIC പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഫിനാൻഷ്യൽ ഡീലിങ്സ് അയാളും ബാങ്കുമായിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. ഞാൻ ഇത്രയും പൈസ ഇടുന്നുണ്ട്, പക്ഷെ അത് വേറൊരാളും അറിയരുത് എന്ന രീതിയിലാണ് നമ്മൾ ഒരു എടുത്തുകൊണ്ട് പൈസ ഇടുന്നത്. അപ്പോൾ അയാളുടെ അതൊരു ട്രസ്റ്റ് ആയിരിക്കും കമ്പനിയായിട്ട് അല്ലെങ്കിൽ ബാങ്കുമായിട്ട്. സോ ഒരിക്കലും ബാങ്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഒരിക്കലും ബാങ്ക് ട്രാൻസാക്ഷനെ പറ്റിയിട്ടുള്ള ഡേറ്റ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനോ ഒരു ആപ്ലിക്കൻറ്റിനോ കൊടുക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് എ ഫസ്റ്റ് എക്സെപ്ഷൻ. ഈ എക്സെപ്ഷൻ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് സെഷൻ 8 ഓഫ് ദി RTIയിലാണ്. RTIയുടെ 8ാമത്തെ സെഷനിലാണ് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം കാര്യം ഒഴിവാക്കണം. അതിലെ ഫസ്റ്റ് ആൻഡ് ദ മെയിൻ വൺ ആണ് ബാങ്കിങ് ട്രാൻസാക്ഷൻ. ബാങ്കും അതുപോലെ കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നോ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് എനി ഓഫ് ദ കസ്റ്റമർ ടു ബി ഡിസ്ക്ലോസ്. അതുകൊണ്ടാണ് ഒരു ടൈമിലൊരു കേസ് വന്നായിരുന്നു, നമ്മളുടെ ഡീഫോൾട്ടേഴ്സ് ഉണ്ട്, വിൽഫുൾ ഡീഫോൾട്ടേഴ്സ് ഉണ്ട് നമുക്ക്. മീൻസ് നമ്മളുടെ നീരവ് മോദി അല്ലെങ്കിൽ വിജയ് മല്യ പോലത്തെ ആൾക്കാർ, അവർ അറിഞ്ഞുകൊണ്ടാണ് ബാങ്ക് ലോൺസ് ഒന്നും അടയ്ക്കാതിരിക്കുന്നത്. അവർക്ക് പറ്റുന്നതാണെങ്കിൽ അവർ ഫുള്ളി നമ്മുടെ രാജ്യത്തു നിന്ന് രക്ഷപ്പെട്ട് പോയി മുങ്ങി നടന്നിട്ട് അവർ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ വിൽഫുൾ ഡീഫോൾട്ടേഴ്സ് എന്നാണ് പറയുന്നത്. അവർ കുറേ കടങ്ങളായിരിക്കും നമ്മുടെ കൺട്രിയിൽ നിന്ന് എടുത്തിരിക്കുന്നത്, പല ബാങ്കുകളിൽ നിന്നായിട്ട് വലിയ വലിയ എമൗണ്ട്സ് എല്ലാം എടുത്തിരിക്കുന്നത്. അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡീഫോൾട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വിൽഫുൾ ഡീഫോൾട്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു ടൈമിലൊരു കേസ് വന്നു, ഒരു വക്കീൽ തന്നെ കോടതിയിൽ കേസ് കൊടുത്തു. ഇങ്ങനെയുള്ള ബാങ്കുകൾക്കെതിരെ RBIയിലേക്കാണ് ഈ കേസ് പോയത്. നമ്മുടെ വിൽഫുൾ ഡീഫോൾട്ടേഴ്സ് എത്രത്തോളം ഡീഫോൾട്ട്സ് നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഡേറ്റ, അതുപോലെ എത്ര വിൽഫുൾ ഡീഫോൾട്ടേഴ്സ് ആണ് നമുക്ക് കൺട്രിയിലുള്ളത് എന്ന ഡേറ്റ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അത് ബാങ്ക് റിജക്റ്റ് ചെയ്തു. ബിക്കോസ് ദേ ടോൾ ദാറ്റ് ബാങ്കിങ് ട്രാൻസാക്ഷൻ ഒരിക്കലും ഈ ലോയിലെ സെഷൻ 8 ഞങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന കാര്യം അവർ സുപ്രീം കോടതിനെ അറിയിച്ചു. അങ്ങനെ ആ കേസ് തള്ളിപ്പോവുകയുണ്ടായി. അതെല്ലാം ഈ എക്സെപ്ഷൻ കാരണം, ദാറ്റ് ഈസ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യേണ്ടെന്നുള്ള ആ എക്സെപ്ഷൻ കൊണ്ടാണ് ഈ കാര്യം നടന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻഷുറൻസ് ട്രാൻസാക്ഷൻ. ദാറ്റ് ഈസ് ഇഫ് ദ അപ്പലേറ്റ് സോ ഇൻഫർമേഷൻ പെർട്ടൈനിങ് ടു ദ ഇൻഷുറൻസ് പോളിസി ടേക്കൻ ബൈ എ പേഴ്സൺ. ഒരാളെടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പോളിസി ചോദിക്കുകയാണെങ്കിലും അത് അതിൻ്റെ ഇൻഫർമേഷൻ ഡിനേ ചെയ്യാനും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് റൈറ്റ് ഉണ്ട് ബൈ ദി സെഷൻ 8 ഓഫ് RTA ആക്ട്. പോളിസി നമ്പർ ഇല്ലാതെ, ഒരു പോളിസി നമ്പർ ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാം, പക്ഷേ പോളിസി നമ്പർ അറിയാവുന്നത് ആ കസ്റ്റമറിന് മാത്രമായിരിക്കും. ആരാണ് ഇൻഷുറൻസ് എടുത്ത് അയാൾക്കോ അയാളുടെ ഫാമിലിക്ക് മാത്രമേ പോളിസി നമ്പർ അറിയുള്ളൂ. അപ്പോൾ പോളിസി നമ്പർ അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഇൻഷുറൻസ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ഓൾസോ ഡിസൈഡഡ് ബൈ ദി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ലാതെ, അതല്ല ഒരു വലിയ പബ്ലിക് ഇൻട്രസ്റ്റ് വരുവാണ്, അത് എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു പബ്ലിക് ഇൻട്രസ്റ്റായി മാറുകയാണെങ്കിൽ ഇറ്റ് നീഡ് ടു ബി ഗിവൺ, അതർവൈസ് ഇറ്റ് നീഡ് നോട്ട് ബി ഗിവൺ. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ ഗവൺമെൻറ് ഡീലിങ്സ് ആൻഡ് ദ റിലേറ്റഡ് സർവീസസ്. ഗവൺമെൻറ്റിന് പല ബിസിനസ്സുകളുണ്ടാവും, പല കാര്യങ്ങളും, പല ട്രാൻസാക്ഷൻസ് ഉണ്ടാവും വേറെ കൺട്രി ആയിട്ട്. പക്ഷെ എല്ലാം നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. ചില ഇൻഫർമേഷൻസും ചില ട്രാൻസാക്ഷൻസ് എല്ലാം ഹിഡൻ ആയിരിക്കും. എല്ലാം ഡിസ്ക്ലോസ് ചെയ്ത് എല്ലാ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസോ എല്ലാ ഇൻഫർമേഷൻസോ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. മെയിൻലി റിലേറ്റഡ് ടു ദ സെക്യൂരിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് എ നേഷൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡിഫൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റഗ്രിറ്റി ബേസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ളതിലൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ലീഗൽ റെസ്ട്രിക്ഷൻസ് ആണ് അവരുടെ മേലെയുള്ളത്. അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഹി ക്യാൻ ടെൽ ദാറ്റ് ഇറ്റ് ഈസ് റിജക്റ്റഡ് ഓർ ഇറ്റ് ഈസ് ബീയിങ് ഒബ്സ്ട്രക്റ്റഡ് by the section 8 of RTA Act. So these are the major areas where we can exempt this റൈറ്റ് ടു ഇൻഫർമേഷൻ. കുറേ ആൾക്കാർക്ക് ഇൻഫർമേഷൻ കിട്ടാതിരിക്കാൻ ഏതൊക്കെ ഏരിയാസിൽ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കും എന്നതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് മെയിൻലി ബാങ്കിങ് ട്രാൻസാക്ഷൻ, ഇൻഷുറൻസ് ട്രാൻസാക്ഷൻ ആൻഡ് ഓൾസോ സം ഓഫ് ദ ഗവൺമെൻറ് ഡീലിങ്സ് ആൻഡ് ദ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ലൈക്ക് സെക്യൂരിറ്റി, ഇൻറ്റഗ്രിറ്റി എന്നെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. സോ ടുഡേ വി ഹാവ് ഡിസ്കസ് ദ മെയിൻ പോർഷൻ, ദാറ്റ് ഈസ് എങ്ങനെയാണ് നമ്മളൊരു RTAയുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എത്ര, ഇറ്റ്സ് പീരീഡ്, ആൻഡ് ഓൾസോ ഇൻ വാട്ട് ഓൾ ടേംസ് ഇറ്റ് ഗെറ്റ് റിജക്റ്റഡ്, ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ ദ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആൻഡ് ഹൗ ഇഫ് ഇറ്റ് ഈസ് ടു ബി ഗിവൺ ഓർ നോട്ട്. ദെൻ
if an information given is not correct or it is not up to the mark, or if it is no reply is given, what should be done? The first appeal should be done. What are to be given in that? That is, what are the documents to be given along with this first appeal, and also the areas where the right information has doesn't work. These were discussed for this day. So today നിങ്ങൾ ഒരു ചെറിയ നോട്ട് പോലെ എഴുതേണ്ടതെന്ന് വെച്ചാൽ, what are the grounds of rejections? ഏതെല്ലാം ഗ്രൗണ്ട്സിലാണ് ആർ ടി ഐക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേസുകൾ, ഈ കാര്യങ്ങൾ. ഇതാണ് നിങ്ങൾ ചെറിയ നോട്ട് പോലെ എഴുതി അയക്കേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ബൈ ദിസ് അവർ പോർഷൻ ഇസ് കംപ്ലീറ്റ്. നമ്മളെ എല്ലാ മൊഡ്യൂൾസും ഇന്നത്തോടെ കംപ്ലീറ്റ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട്, ഏതെങ്കിലും പോർഷൻസ് ഒന്നുകൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചോദിക്കുക. ഓക്കെ, so we can end by today's lecture the whole topic of environmental studies and the human rights. Okay, so thank you.